ഹലോ, അപ്പോൾ ഇന്ന് അനദർ ക്രിയേറ്റർ കളക്റ്റീവിൻ്റെ മീറ്റപ്പാണ്. സോ ഞാൻ റെഡിയായി നമ്മളിവിടുന്ന് ഇറങ്ങാണ്. സോ നമ്മൾ സ്ട്രീറ്റ് മറൈൻ ഡ്രൈവിൽ ലൊക്കേഷനിലേക്കാണ് പോണേ. ലൊക്കേഷൻ ഇട്ടിട്ട് പോകണം, എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എന്തായാലും ആലുവ വരെ വലിയ കുഴപ്പമില്ല, സ്ട്രൈറ്റ് റോഡാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൊക്കേഷൻ ഇടാം. ഒടുക്കത്തെ ബ്ലോക്ക്, ഇതാണ് ബ്ലോക്ക്. കറക്റ്റും കൂടെ എത്തിയില്ല, ഇത്ര ബ്ലോക്ക്, ഭയങ്കര ബ്ലോക്കാട്ടോ അവിടെ. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ചവിട്ടി എടുത്തുകൊണ്ടിരിക്കുക, കാരണം അത്രയും ബ്ലോക്ക്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ പണി നടക്കണ തന്നെ. മുരിങ്ങൂരൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അത് കഴിഞ്ഞൊന്ന് രക്ഷപ്പെട്ട് കഷ്ടപ്പെട്ട് എത്തിയപ്പോഴേക്കും അടുത്ത സ്ഥലത്ത് വീണ്ടും ബ്ലോക്കായി. എന്ത് ചെയ്യും എന്നറിയില്ല. എന്തായാലും ഞാൻ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വൻ ശോകം, ബോറടിയാണ്. ഇപ്പം ലൊക്കേഷൻ കാണിക്കുന്നത് 9:15 എത്തുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പം ഇപ്പം ഞാൻ എന്താ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയത്. ഇനി ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കാണിക്കണുള്ളൂ. പരിചയമുള്ള ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഹലോ അങ്ങനെ ആങ്കറിംഗ് ഒന്നും പറയരുത്, അത്ര വലിയ കാര്യമൊന്നുമില്ല. നമ്മളവിടെ നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ പറയുമോ, അത്ര മാത്രമേ. അതെ കണ്ടറിയാട്ടോ കുറച്ച് സംസാരിക്കാണ്ട് എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറഞ്ഞു. പിന്നെ ചേച്ചി വ്ളോഗ് ചെയ്യണല്ലേ ചോദിച്ചപ്പോഴും അപ്പോൾ പിന്നെ ജസ്റ്റ് ഫോർമലായിട്ട് സംസാരിച്ചൊന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഇനി സ്നാക്കൊക്കെ കഴിക്കട്ടെ. അപ്പോൾ അവരും എന്തായാലും അവരുടേതായ ആങ്കറിങ്ങിൻ്റെ ബസ്സിലായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പരിചയമുള്ള ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. വളരെ റയറായിരുന്നു. 1-2 പേരൊക്കെ പരിചയമുള്ളവരെ കണ്ടുള്ളൂ. കാരണം ഞാൻ മോർണിംഗ് സെഷനല്ലേ എടുത്തത്, അത് കാരണം. ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്ഥലത്ത് നേരത്തെ എത്തുന്നത്. ആരും വന്നിട്ടില്ല. ചേട്ടനോട് ഉണ്ടായിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് മോശമല്ലേ? പോയ ആളെ കാണാം. സ്റ്റൈൽ യുവർ ലൈഫ് ചാനൽ ചാൻസ് ക്രിയേഷൻ. ആരും ആരാ നമ്മുടെ കൂടെ വന്നിരിക്കണേ? ചേട്ടനെ കണ്ടിട്ട് പിന്നെ വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഓർമ്മ വരാം ചേട്ടനെ. നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ മൈക്കിലാണ്ട് കേൾക്കുമോ? ആ മൈക്ക് വാങ്ങില്ല, ഇതിൽ കേൾക്കുന്നതാണ്. മൈക്ക് വാങ്ങണം, മൈക്ക് വാങ്ങാം. അടുത്തെന്തായാലും മൈക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. അതെ, ഉറപ്പായിട്ടും വാങ്ങിയിരിക്കും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ വീഡിയോ. ഓക്കെ, അപ്പം എന്തായാലും സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, ഞാൻ ചായ മാത്രം. അവിടെ കോഫി ടീ ഉണ്ട്, രണ്ടുണ്ട്. എന്നാൽ ഞാനും പോയി എന്തെങ്കിലും ആയിട്ട്. നമുക്കിവിടെ സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. ഫിഷ് കട്ട്ലറ്റ്. നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഇതൊക്കെ എടുത്ത് നമ്മുടെ ചാനലിൻ്റെ നെയിം അവിടെ ഉണ്ടോ നോക്കി തരാം. അത് ഫില്ല് ചെയ്യലാണ് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ്. പേര് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. അവരവരുടെ ചാനലിൻ്റെ നെയിം കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലാണ്. ചാനലിൻ്റെ നെയിം ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയിലൊന്നും വാഷ്റൂം വന്നില്ല. സെറ്റ് ആവാൻ സ്മൈലൻസ് സ്വീറ്റ്സ് ഒന്നും കഴിച്ചു. എന്നാൽ പിന്നെ അതെന്താവാം. ഒരു ഗുലാബ് ജാമുൻ, ഒരു ചെറിയ പേസ്റ്റ് വരുന്നുണ്ട്. ഇത് കൊള്ളാം, സോഫ്റ്റ്. 9 മണിക്ക് റിപ്പോർട്ടിംഗ് ആണെങ്കിലും 10 മണിക്കായി ചില ആളുകളൊക്കെ എത്തിയപ്പോൾ കേട്ടോ. പിന്നെ 11 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. ഇത്തവണ ഭയങ്കര ഡിലേ ആയിരുന്നു. ഇത്രയും ഡിലേ ഇതുവരെ ഉണ്ടാവാറില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന പ്രോഗ്രാംസ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലേറ്റായിട്ട് വന്നു, 9:30 എത്തിയപ്പോൾ. പക്ഷേ ഞാനായിരുന്നു നേരത്തെ എന്ന് പറഞ്ഞ പോലെ ഏറ്റവും ഫസ്റ്റ് അല്ലെങ്കിൽ പോലും നമ്മളധികം നേരം വൈകിയ ഒരാളായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായി. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോഗ്രാം നടക്കുന്ന ഹാള്. അപ്പോൾ ഞാൻ ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് പോയിരിക്കുന്നത്. Pretty sure that like you're as excited as I am, right? So yes, no
ബാക്കിയുള്ള interactions we will go ahead, but right now shall we bring the man with the plan right here, shall we? So yes, ladies. ഒരു ലേറ്റസ്റ്റ് വീഡിയോ ആണ്, ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന വീഡിയോ ആണ്. സോ നമ്മള് യൂട്യൂബ് ഒക്കെ 10 വർഷം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ കുറച്ച് ഫൺ ആക്ടിവിറ്റീസും ഗെയിംസൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ നമ്മുടെ ചാനലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഫിഗർ ഔട്ട് ചെയ്തത് ജസ്റ്റ് ഫോർ ഫൺ ഒരു കൈൻഡ് ഓഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ എല്ലാവരെയും പരിചയപ്പെടാൻ ആരെങ്കിലും പരിചയക്കാരുണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ ആയിട്ട് പോയതാട്ടോ. മോർണിംഗ് സെഷൻ ആയതുകൊണ്ട് കുറേ ആളുകളൊക്കെ എനിക്ക് ന്യൂ ഫേസസ് ആയിരുന്നു. പിന്നെന്താ നമ്മുടെ സീറ്റിലായിരുന്നു നമ്മുടെ സിംഗർ അനൂപ് ശങ്കർ ഉണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ മറ്റേ സുരാജ് വെഞ്ഞാറുകൊണ്ട് ലൈൻ, എന്നാലും അതല്ലല്ലോ ഈ ഫേസ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഒരു ലൈനായിരുന്നു കേട്ടോ. എന്നിട്ട് പുറത്ത് പോയി വന്നപ്പോൾ അടുത്തിരിക്കുന്ന പിള്ളേർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു പാട്ടുകാരനാണെന്നുള്ളത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു, കുറേ നേരം ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പ്ലീസ്. Thank you, Sujit. So happy to be in the YouTube Creators Collective. സുജിത്ത് ചന്ദ്രചൂട എന്ന് പറഞ്ഞൊരു കോമ്പോസിഷൻ ഉണ്ട്. ഇത് രണ്ടും ചെയ്തപ്പോഴും the awareness of YouTube was not much because I did it in 2010. 2010 ചെയ്തപ്പോൾ ഏതോ Ravina, yes, thank you, അടിപൊളിയായിരുന്നു കേട്ടോ. ഹലോ, ഹായ്. എല്ലാത്തിനും കുറേശ്ശെ എടുത്തിട്ടുണ്ട്. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഒട്ടും കുറയ്ക്കണ്ട. അതല്ലേ അതിൻ്റെ ഒരു രീതി. ഈ പപ്പടം ഉണ്ട്, ഇതെന്താ റൈസ് നൂഡിൽസ് ഉണ്ട്. ഇനി അതൊക്കെ ട്രൈ ചെയ്യാം. ഇതൊന്നും കൂടാതെ ഇവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അവിടെ ഉള്ളതുണ്ട് സെയിം. അവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാത്തിനും കുറേശ്ശെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. എല്ലാം എടുത്തിട്ടുണ്ട്. അത് സലാഡ് എന്ന് പറഞ്ഞു. ദാലും റൈസും അതിന് ഇപ്പം നമ്മുടെ മസാല ദോശ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ നേരത്തെ ഗുലാബ് ജാം കഴിച്ചാൽ നെക്സ്റ്റ് എനിക്ക് വേണ്ട സൂപ്പ് വയ്ക്കാം. ഇത് വീഡിയോ ആണേ, ചുമ്മാ വീഡിയോ. അപ്പം അങ്ങനെ നമ്മുടെ ക്രിയേറ്റർ കളക്റ്റീവിൻ്റെ ഇത്തവണത്തെ മീറ്റപ്പ് കഴിഞ്ഞ് നമ്മൾ ഇനി പോവാണ്. പാക്കപ്പ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഹൗസ് യുവർ ഫംഗ്ഷൻ എക്സ്പീരിയൻസ് ഇൻ കേരള? Yeah, I just visited Kerala a few months back, and I'm so glad that I've come here and I've met so many lovely creators like her. And it was an amazing experience. I'm definitely happy, and like I'm going back. I have a flight, otherwise I would have stayed. I'm regretting why I did not stay. I should have at least stayed for one day, but okay, it's okay. Yeah, that's very missing. Like it's a one-day trip. You can travel hectic. Yeah, it's very hectic. Yeah. So meet you soon. Yeah, definitely. Definitely come back Kerala. Sure. If you come here, please call me. Yes, and next You time come here for Thrissur Puram. You already know that Thrissur? Thrissur, I know. Yes. Yeah, Kerala's cultural capital. Yeah. I know. So I'm here. I'm from there, and yeah. So and there is a very great Puram there. So on May 6th or something like that. May 6th is my Yeah. birthday. Oh, that's nice. So, okay. So I'll definitely come. I have followed you, right, on Instagram. Yeah. So we'll get in stay in touch. Yeah, get in. And if you're coming to Bangalore, You're sure. you know who to We'll reach call out you. to. We'll call you. Okay. Sure. Okay, then bye. Say bye. Ta-ta. Bye bye. Bye. അങ്ങനെ ഞങ്ങൾ മീറ്റപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് കൂടെ ഒരു ഗസ്റ്റിനെയും കൂടെ കിട്ടി. ചെറിയൊരു ബ്ലോക്കിൽ പെട്ടതുകൊണ്ട് കിട്ടിയ ചാൻസിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ചേച്ചിക്ക് ഹാൻഡ് ഓവർ ചെയ്യാതോ നല്ലത്, അല്ലെങ്കിൽ എന്നെ ആൾക്കാർ തല്ലും. ഞങ്ങളങ്ങനെ എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. എനിക്കൊരു കമ്പനിയും കിട്ടി. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോസ്റ്റ് അടിച്ച് പാട്ടും കേട്ട് പാട്ടും പാടി പോകണം. എനിക്ക് വർത്തമാനം പറയാം, കത്തിയടിച്ച ഒരാളായല്ലോ. ചേച്ചി ഒരു ഡിസൈനറാണ് കേട്ടോ. നമ്മുടെ മാപ്പ്. നേരല്ലേ അതെ നേരെ. ഈ ഊട്ടാണടി. അതെ. അപ്പൊ Okay, അപ്പൊ bye bye. ബൈ. അങ്ങനെ ഞാൻ ആ ചേച്ചിനെ
വെള്ളം മേടിക്കാൻ പറ്റും കേട്ടോ. കാരണം ഈ ഡ്രൈവർ ഇറങ്ങി പോയിട്ട് പാർക്കിംഗ് അല്ലാത്ത സ്ഥലമായതുകൊണ്ട് പ്രശ്നം ഉണ്ടാച്ചിട്ട് എന്തൊക്കെയോ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും നല്ല ദാഹം പോരാ. അതിന് ഭയങ്കര ചൂടല്ലേ. AC ട്രൈ ചെയ്യാൻ പോണേന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഭയങ്കര ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ പറയാം ഗംഭീര ചൂടാണ്. അങ്ങനെ അതാ വെള്ളം വാങ്ങിക്കാൻ പോയ ആളെത്തിയിട്ടുണ്ട്. വെള്ളം സത്യം പറഞ്ഞാൽ വെള്ളം കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വെള്ളം കാണുന്ന പോലെ റൈറ്റ് ആയിരുന്നു. ഇനി അവിടേക്ക് എടുക്കണമെങ്കിൽ എന്തോ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചേച്ചീനെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ എന്താ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതൊക്കെയാണ് ഗൈസ് ബ്ലോക്ക് ഓഫ് ദ ഇന്ത്യ. സോ യെസ്, അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയെന്നുള്ളത് നോക്കാം അല്ലേ. അൺബോക്സിങ് ഇത്തവണ യൂട്യൂബിൻ്റെ വലിയൊരു ചക്കസഞ്ചി കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ അവിടുത്തെ പോലെ. അതിനേക്കാളും വേറെ ടൈപ്പ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയെന്ന് നോക്കാം അല്ലേ. ഓക്കെ, കൂൾ. ക്രിയേറ്റീവ് കളക്റ്റീവിൻ്റെ ഒരു പെട്ടി തന്നിട്ടുണ്ട്. ലൈറ്റ് ബോക്സ് ഇതുണ്ട്. പിന്നെ എന്താ താങ്ക്സ് കാർഡ് ആസ് യൂഷ്വൽ. ഇത് മറ്റേ യൂട്യൂബ് ഷോപ്പിങ്ങിൻ്റെ ഒരു സംഭവമാണ്. അതും കിട്ടിയിട്ടുണ്ട്. ഓ, ഇത് ക്യൂട്ടായിട്ടുണ്ടല്ലോ, കമ്മൽ പോലെ. പിന്നെ എക്സ്ട്രാ USB, അത് ഇതിൻ്റെ ആയിരിക്കും കേട്ടോ മിക്കവാറും. കണക്ടർ ചാർജ് ചെയ്യാനുള്ളതായിരിക്കും. സി ടൈപ്പ് ഒരു അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് യൂട്യൂബിൻ്റെ ക്രിയേറ്റീവ് കളക്റ്റീവിന് നമുക്ക് കിട്ടിയ ഗുഡി ബാഗിലുള്ള ഐറ്റംസ്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ഇനി വേഗം പോയി മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് വീണ്ടും പാക്ക് ചെയ്യട്ടെ. ഓഫ് ടു വയനാട് വിഷു. ബൈ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വീണ്ടും വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വഴിയേ വരും.